ഹലോ, ഞാൻ ജിജോ സെബാസ്റ്റ്യൻ. എൻ്റെ ആദ്യത്തെ സിനിമ ജെറിയുടെ ആൺമക്കൾ ഈ 19 സെപ്റ്റംബറിൽ റിലീസാവുകയാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ ഉള്ളത് എൻ്റെ നായകനും നായികയുമാണ്. ഞാൻ നിങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്താനായിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഇതോടൊപ്പം തന്നെ നിങ്ങൾ അവരെ പറ്റി ഞങ്ങളുടെ പ്രൊമോഷനോട് അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും പരിചയപ്പെടുത്താം. ഡോക്ടർ സുരേഷ്. അദ്ദേഹം ആക്ടിങ്ങിൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് PhD കരസ്ഥമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. ഡാൻസർ ഐശ്വര്യ നമ്പ്യാർ, നിങ്ങൾക്കെല്ലാം സുപരിചിതമെന്ന് എനിക്ക് തോന്നുന്നു. ഡാൻസറാണ്. ഇതിനു മുമ്പ് 14 ഫെബ്രുവരി എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാക്കർ എന്ന് പറഞ്ഞൊരു കന്നഡ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ 3ാമത്തെ സോളോ പെർഫോമൻസ് ചെയ്യുന്നു ജെറിയുടെ ആൺമക്കളിൽ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജെറിയുടെ ആൺമക്കൾ? നിങ്ങളെങ്ങനെയാണ് ഈ ജെറിയുടെ ആൺമക്കളെ രണ്ടുപേരും നോക്കിക്കാണുന്നത്? ജസ്റ്റ് ഒരു വാക്കിൽ പറഞ്ഞാൽ എന്തായിരിക്കും? ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ? അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഓക്കെ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ലൊരു ബോൾഡ് ക്യാരക്ടർ കിട്ടിയതിൻ്റെ സന്തോഷം ഉണ്ട്. ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായൊരു ക്യാരക്ടർ കിട്ടി. ഓക്കെ, അത് ചെയ്യാൻ പറ്റിയൊരു ഭയങ്കര അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി സാറാ പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. ക്ലാര എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ടാണ് ഐശ്വര്യ നമ്പ്യാർ ഇതിൽ അഭിനയിക്കുന്നത്. നമുക്കെല്ലാം സുപരിചിതമായ ഒരു ക്ലാര ഓൾറെഡി പത്മനാഭൻ സാറ് കൊടുത്തിട്ടുണ്ട്. അത് സാറെന്ന് പറഞ്ഞാൽ എൻ്റെ മാനസ ഗുരുവാണ്. അപ്പം ആ സാറിൻ്റെ തന്നെ ശിഷ്യനായ ഞാൻ എൻ്റെ കഥാപാത്രത്തിനും കൊടുത്തിരിക്കുന്നത് ക്ലാര എന്ന് പറഞ്ഞ പേര് തന്നെയാണ്. അത് അബദ്ധവശാൽ സംഭവിച്ചാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു പർപ്പസ്ഫുള്ളി ആണെന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റത്തില്ല. വന്ന് ഭവിച്ചതാണ്. എങ്കിലും അതൊരു നല്ല ക്രിസ്ത്യൻ ടച്ച് വരുന്ന ഒരു പേരായിരിക്കണം നായികയെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം സിമിന്നോ മിനിന്നോ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നിൽക്കൂല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ ക്ലാര, അത് ഒരു വെയിറ്റ് ഉള്ള അല്ലേ? എന്ത് തോന്നുന്നു ആ പേരിൽ തന്നെ? എന്ത് തോന്നുന്നു? പേരാണെന്ന് വെച്ചാൽ അതെ, അതായത് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു പെണ്ണിന് കിട്ടാവുന്ന ഏറ്റവും നല്ല പേരാണ്. ശരിയാണ്, അധികം കേട്ടിട്ടുമില്ല. ഈ ക്ലാരയ്ക്ക് പല മുഖങ്ങളുണ്ടെങ്കിലും അത് സിനിമയിൽ പല മുഖങ്ങളുള്ള ക്ലാര കടന്നു പോകുന്നെങ്കിലും ആദ്യം മധ്യാന്തം ക്ലാരയ്ക്ക് ഒരു മുഖമുള്ളൂ. അത് ലാസ്റ്റാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലേ? ഇനി ഈ ക്ലാരയെ റിസീവ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ക്ലാരയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കഥ കേൾക്കുമ്പോൾ പോലെ തന്നെ ഡോക്ടർ സുരേഷ് ഒരുപാട് മുന്നൊരുക്കം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അതിനെ പറ്റി ഒന്ന് ലൊക്കേഷനിൽ ഐശ്വര്യ കാണുമ്പോഴാണോ അതോ ക്ലാര എന്ന ക്യാരക്ടർ ഞാൻ ജെറി എന്ന് പറഞ്ഞ കഥാപാത്രം പറയുമ്പോൾ ക്ലാരയെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ജെറിയും ക്ലാരയും തമ്മിൽ ഇങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ, ഒരു ഗ്രേറ്റ് ബിഗ് ബോസ് ഇഷ്യൂ ഇതിനകത്ത് ഉണ്ടാവും എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം അത് എങ്ങനെ സംഭവിക്കണം, അത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള സത്യത്തിൽ ഞാൻ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരുന്നു. സീരിയസ് ആയിട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ക്ലാരയെ കൺസീവ് ചെയ്യുന്ന ഒന്ന് എനിക്ക് ഇതിനകത്തൊരു ഗ്യാപ്പ് വരരുതെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. ഓക്കെ, കാരണം എൻ്റെ ഒരു ടച്ച് പോലും അതൊരു ഒരു മെക്കാനിക്കലായിട്ട് ചെയ്യുന്നതായിട്ട് പുള്ളിക്കാരത്തേക്കും എനിക്ക് തോന്നാൻ പാടില്ലെന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇതിൽ ഒരു ടച്ചിൽ പോലും എനിക്കൊരു ഹെസിറ്റേഷൻ എൻ്റെ ടച്ചിൽ തോന്നരുതെന്ന് എനിക്ക് ഫസ്റ്റ് ഷോട്ട് മുതൽ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഷോട്ടിൽ എനിക്ക് തോന്നുന്നു ജിജോയ്ക്ക് അറിയാം, ആ സീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഐശ്വര്യ അടുത്ത് ആദ്യമേ ഒരു സോറി പറഞ്ഞു അല്ലേ, ഓർമ്മയുണ്ടോ? സോറി ഐശ്വര്യ, ഞാൻ ഇൻറ്റൻസ് ആയിട്ട് തൊടും, സോറി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൽ തന്നെ എനിക്ക് ക്ലാരായിട്ടുള്ളൊരു ഇൻറ്റിമസി എനിക്ക് ഫീൽ ചെയ്യണമെന്നുള്ള നിർബന്ധം ഉണ്ടായിരുന്നു. അതിൽ റീടേക്ക് വേണ്ട. അത് ശരിക്കും വർക്കൗട്ടായി. കാരണം ആദ്യ ദിവസം തന്നെ ഐശ്വര്യ പരിചയപ്പെടും. ഐശ്വര്യയുടെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ സുന്ദരി പെണ്ണ് ഇങ്ങരുത് എവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നു. കാരണം നമുക്കറിയില്ലല്ലോ, ഇത്രയും പരിചയമുള്ള ഒരുപാട് പേരെ നമ്മൾ റാൻഡം ഓഫ് ഫിലിം ആക്ടേഴ്സ് ഉള്ളിടത്ത് നിന്ന് ഒരാളെ ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് പിന്നെ ഫുൾ ആൻഡ് ഈച്ച് ആൻഡ് എവരി സീൻസ് എനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് ക്ലാരതാകുമായിരുന്നുണ്ട്. അത് അടിപൊളിയായിരുന്നു ആ എൻട്രി. ആദ്യം ഫസ്റ്റ് ഡേ, നമ്മളെ ഷൂട്ടിന്റെ ഫസ്റ്റ് ഡേ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു പിങ്ക് പുള്ളിയുള്ള അല്ലേ, ഇങ്ങനെ വന്നിട്ട് എനിക്ക് ചുരിദാറിട്ട് കയറി വരുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു യെല്ലോയില് പിങ്ക് പുള്ളിയല്ല, വൈറ്റ് സംതിങ് ആണ്. എന്തായാലും ഒരു പുള്ളിയുള്ളതാണ്, അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു
ജിജോ ആള്. എന്നിട്ട് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ ജിജോയുടെ കാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഒരുപാട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഓ ശരി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിജോ വെച്ചിരിക്കുന്ന കാസ്റ്റിങ്ങിന് ഓരോരോ പിക്ക് ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ. നമ്മൾ ഇതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട്, നമ്മുടെ നോബിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടർ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ജിജോയ്ക്ക് കൃത്യമായിട്ട് ധാരണ ഇതിനകത്തുണ്ട്. പിന്നെ നോബിയുടെ വൈഫിനെ ഇതെല്ലാം നമുക്ക് അറിഞ്ഞൂടാത്ത ആൾക്കാരാണ്. ഇതുവരെ നമുക്ക് ആർക്കും അറിഞ്ഞൂടാത്ത ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിച്ചു ഈ ജിജോ കാസ്റ്റിംഗ് ഏജൻസി വല്ലതും സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇതൊരു ആദ്യം ഞാൻ ഭയങ്കര ടെൻഷൻ ആയിരുന്നു സത്യം. നമ്മൾ പടം തുടങ്ങുന്നതിന് മുമ്പ് ഇത് ക്ലാര എവിടെ കിടക്കുന്ന ആളെ കൊണ്ടുവരണോ ആവോ, ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് പെണ്ണായിരിക്കും നായികയായിട്ട് കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. സത്യം ടു ബി ഫ്രാങ്ക് പറയാം. പക്ഷെ ഫസ്റ്റ് ഡേ കണ്ടപ്പോ തന്നെ സമാധാനമായി. നമ്മുടെ സിനിമയിലെ അതെനിക്ക് സത്യം പറഞ്ഞാൽ ഞാനത് എല്ലാവരോടും സമ്മതിക്കാൻ ആഗ്രഹിക്കപ്പെടുന്ന ഒരു സബ്ജക്റ്റാണത്, ഈ ക്ലാരയെ കണ്ടെത്തിയതിൻ്റെ ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ക്ലാര എന്ന് പറയുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് അത് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആളല്ല. കാരണം വെച്ചാൽ ഈ കഥാപാത്രം ജെറി എന്ന് പറഞ്ഞ കഥാപാത്രം ക്ലാരയിൽ നിന്ന് അകന്നു നിന്നിട്ട് വരുന്നതാണ്. അപ്പം ജെറി ആഗ്രഹിക്കണം ക്ലാരേനെ. അപ്പോൾ ചുമ്മാ വെറുതെ ഒരു സ്ത്രീയെ ഒരു ക്യാരക്ടർ മൂവിയിൽ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ അതിനൊരു ബലം ഉണ്ടാവില്ല, അത് നിൽക്കില്ല. അപ്പം ജെറി ആഗ്രഹിക്കുന്നത് ഓരോ പ്രേക്ഷകനും പടിയായിട്ട് ആഗ്രഹിക്കും അല്ലെ, കാഴ്ചയുടെ അതിന്റെ ഒരു മാപ്പിംഗ് അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ചു പോകണം അന്ന് ഇന്റൻഷൻ ഉണ്ടായിരുന്നു. അതെ 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 കൃത്യമായിട്ട് വർക്കൗട്ടായി. ആ ആഗ്രഹം കറക്റ്റ്. അത് തന്നെയല്ല, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് 2 കുട്ടികളുടെ അമ്മയായിട്ട് തോന്നിക്കണം ആർക്ക്, പ്രേക്ഷകർക്ക്. അത് ഇടക്കിടക്ക് പറയണ്ട, അല്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഈ ക്ലാരയെ എല്ലാവരും മോഹിക്കണം, ഈ ഇന്റൻസ് ആയിട്ട് മോഹിക്കണം. അതിന്റെ പീക്ക് എന്നുള്ള രീതി അത്രമാത്രം ആഗ്രഹിക്കണം. അപ്പോൾ മാത്രമേ ഉള്ളൂ ആ ക്ലൈമാക്സ് ഇതെപ്പോ ആ ഒരു സംഭവം, ആ ഒരു ട്രാവലിങ് ആൾക്കാർ ക്യാരി ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ വെറുതെ സാധാരണ ഒരു സ്ത്രീയെ കണ്ട് അത് നടക്കില്ല, നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുമ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ നമ്മുടെ അസോസിയേറ്റ് സാജു ആണെങ്കിലും DOP സുനിലാണെങ്കിലും എപ്പോഴും സുനിൽപ്രേം ആണെങ്കിലും എപ്പോഴും എന്നോട് പറയാറുണ്ട് ഈ സെയിം ഇത് എവിടുന്ന് ഇത് പിക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ. അത് സത്യത്തിൽ അതൊരു അവർ ചോദിക്കുന്നതിന് തെറ്റില്ല, അല്ല ശരിയല്ലേ? തീർച്ചയായിട്ടും അവർ ചോദിക്കുന്നത് തെറ്റില്ല. ഡോക്ടർക്ക് ഇപ്പൊ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് കൊടുക്കൽ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത് ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു. അത് വർക്കൗട്ട് ആയി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് നമ്മുടെ അസോസിയേറ്റ് സാജു ചേട്ടനും കൂടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ഈവൻ നമ്മുടെ ഉല്ലാസ് ചോദിച്ചു നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്തെടുത്തു. വളരെ സിൻസിയർ ആയിട്ട് ചോദിച്ചു ചോദ്യം. അല്ല കെമിസ്ട്രി മാത്രം അറിയാം, ബയോളജി അത് നമ്മുടെ വോയിസ് പോലും വന്നിട്ടില്ല. ജസ്റ്റ് റഫ് കട്ട് പുള്ളി ഇങ്ങനെ കണ്ട് ഏതോ 2 വോയിസ് എങ്ങോട്ട് കയറി തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഉല്ലാസ് ചോദിച്ചാ അപ്പൊ നമ്മുടെ സാധിച്ചേട്ടൻ തന്നെ പറഞ്ഞു ഇവര് തമ്മിലുള്ള റാപ്പാണ് നമ്മുടെ സിനിമയുടെ ഭാഗ്യം. ശരിയാണ്. അപ്പൊ അതൊരു ഭയങ്കര സംഭവമാണ്. പക്ഷെ നല്ല കോപ്പറേറ്റീവ്, ഭയങ്കര എനിക്ക് പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ഒരു ആക്ട്രസിന് ഒരു സീൻ ചെയ്യുമ്പോൾ മാത്രമേ ഐശ്വര്യ നമ്പ്യാർ പ്രൊഫഷണൽ അല്ലാതെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ സീൻ ഞാൻ ഇവിടെ പറയില്ല, സ്പോയിലർ ആവും. കാരണം നമ്മൾ ഒരുപാട് കൺവിൻസ് ചെയ്യേണ്ട വന്നത് ഇത് അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തേ പറ്റൂ. ഒരു DOP പേഴ്സണലി സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ, എന്നിട്ട് ഞാനും സംസാരിച്ചു ഐശ്വര്യ അടുത്ത്. ഐശ്വര്യ എന്താ അങ്ങനെ ഹെസിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് എല്ലാവരും ചെയ്യുന്ന സാധനങ്ങളല്ലേ, വളരെ സിമ്പിൾ ആയ സാധനങ്ങളല്ലേ. അപ്പൊ ഐശ്വര്യ ഉള്ള അവസാനം ഒരു ഹാഫ് മനസ്സോടെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള സംഭവം. അവിടെ മാത്രമേ പ്രൊഫഷണലിസം, ബാക്കി എല്ലായിടത്തും കട്ട് പറഞ്ഞു വന്നവരെയും ഐശ്വര്യ തന്നിട്ടുള്ള ഒരു ഐശ്വര്യക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്റെ അടുത്തൊക്കെ അങ്ങനെ ഒരു ഇന്റിമേറ്റ് ആയിട്ടൊന്നും അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കുറച്ച് മാറ്റിയൊക്കെ നിൽക്കാം. ഐശ്വര്യ അങ്ങനെ എടുത്തില്ല കേട്ടോ. ഐശ്വര്യ വെരി ഫസ്റ്റ് മുതലും ഐശ്വര്യ കൃത്യമായിട്ടുള്ള ഗീവൻ്റെ ഒക്കെ തന്നിട്ടുണ്ട്. ശരിയാണ്. ഞാനും അത് പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ ആക്ഷൻ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറയുമല്ലോ, ഒരു നറേഷൻ നിങ്ങൾക്ക് തരുമല്ലോ. ആ നറേഷനിന് അതിന് ഡീറ്റെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന് കൊടുക്കുന്ന ഒരു റെസപ്റ്റീവ്നെസ്, അത് എത്രമാത്രം നിങ്ങളത് ആവാഹിക്കുന്നുണ്ട് ഞാനത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണല്ലോ നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം അതിൽ തരുന്ന ഒരു നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങൾ മുന്നേ ചെയ്തിരിക്കുന്ന സ്റ്റഡീസുമായിട്ടുള്ള നിങ്ങളുടെ
റിലേഷൻസ് വേറെ കാര്യം ഞാൻ പറയട്ടെ, നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ജിജോയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ഒരുപാട് സാധനമുണ്ട്. എന്ന് വെച്ചാൽ നമ്മള് പ്രത്യേകിച്ച് നമ്മള് ഡൈനിങ് ടേബിളിലെ സീൻ കഴിഞ്ഞിട്ട് നേരെ ബെഡ്റൂമിലേക്ക് പോകുന്നു വെച്ചു. അത് നമ്മൾ പലപ്പോഴായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളിലെ സീനിന്റെ അപ്പൊ ഞാൻ ബെഡ്റൂമിൽ പോകുന്ന സമയത്ത് ഞാൻ അസോസിയേറ്റ് സാജുചേട്ടനെ വിളിക്കും. സാജുചേട്ടാ റിവ്യൂ സീൻ ഒന്ന് ഡിസ്ക്രൈബ് ഒന്ന് നറേറ്റ് മുമ്പ് ചെയ്ത സാധനത്തിന്റെ കാരണം എനിക്ക് ആക്ഷൻ ആ ഇമോഷൻ കണ്ടിട്ട് ഡോക്ടർ അത് ഇന്നതാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് കറക്റ്റ് ഡീറ്റെയിലിംഗ് ആണ്. അപ്പൊ എനിക്ക് കറക്റ്റ് ആ മെമ്മറിയിലേക്ക് പോയിട്ട് എനിക്ക് തിരിച്ച് പെട്ടെന്ന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഐശ്വര്യ നമ്മുടെ ക്ലാര സ്കൂളിൽ നിന്ന് വന്നിട്ട് പോകുന്ന സമയത്ത് പതുക്കെ ഇങ്ങനെ മണപ്പിച്ചൊരു പോക്ക് പോകുന്നില്ലേ, അത് നമ്മൾ പോകുന്നവരെ എടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് കയറുന്ന പിന്നെ അപ്പൊ ഞാൻ സാധിച്ചിട്ട് അത് ഡോക്ടറെ ഫസ്റ്റില് ക്ലാരയെ കാണുന്നു, ക്ലാരയെ കണ്ടിട്ട് ക്ലാരയെ ഭയങ്കര താല്പര്യത്തോടെ കാണാൻ പോകുന്ന ഒരു സാധനം അവിടെ വരെ ഇട്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ബാക്കി പിടിക്കാം. അത് എപ്പോഴും എനിക്ക് ജിജോയുടെ അടുത്ത് ചോദിച്ചു ജിജോ ഡിസ്റ്റർബ് ക്രിയേറ്റീവ് ക്രൈസിസ് നടത്തിയിരിക്കുന്ന സ്ഥലത്ത് പറ്റൂല. അത് സാധിച്ചേട്ടന്റെ ഒരു ഹെൽപ്പ് ഭയങ്കര. പിന്നെ വേറൊരു കാര്യം ഞാൻ നമ്മുടെ സാധിച്ചേട്ടനെ അംഗീകരിക്കുന്ന ഒരു സാധനം, ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ച് പഠിക്കാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ആളാണ്. അപ്പൊ ഞാൻ സാധിച്ചേട്ടൻ പറയാം, സാധിച്ചേട്ടൻ ഒന്ന് വായിച്ചേ. സാഹചര്യം വായിച്ചു തരും, ഒന്നുകൂടെ വായിക്കും സാഹചര്യം പ്ലീസ്. അപ്പൊ സാഹചര്യം വായിച്ചു തരുമ്പോൾ എനിക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അത് ഒരു മടിയില്ലാതെ വായിച്ചു അത് എനിക്ക് ജിജോയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതെനിക്ക് എന്റെ അസോസിയേറ്റ് മാത്രമേ, അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓവറോൾ ആ നറേഷനിന്റെ പാട്ടിൽ ഇപ്പം ഞാനായാലും സാജു ആയാലും തരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന റെസിപ്റ്റൻസ് വളരെ നല്ലതായിട്ട് വർക്കൗട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ആ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് എനിക്ക് ഇത്രത്തോളം അത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇനി വേറൊരു കാര്യം ചോദിക്കാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ ഇത് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ മൂവി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കണം ഈ സാധനം. അപ്പം ഞാൻ തരുന്ന പെർസ്പെക്റ്റീവും നിങ്ങൾ തരുന്ന പെർസ്പെക്റ്റീവ്, നിങ്ങൾ ഓൾറെഡി വെച്ചിരിക്കുന്ന പെർസ്പെക്റ്റീവ് തമ്മിൽ എപ്പോഴെങ്കിലും ഒരു നിങ്ങളുടെ മനസ്സിലൊരു ഇത് നടന്നൊരു കൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സീനിൽ? എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കൺസീവ് ചെയ്ത സാധനമല്ല ജിജോ കൺസീവ് ചെയ്തെന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ അതിനെ മാനേജ് ചെയ്തല്ല, അത് എന്റെ ധാരണ അല്ല, ജിജോയുടെ ധാരണയാണ് കറക്റ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാത്ത സ്ഥലത്ത് ഞാൻ ജിജോയോട് ചോദിച്ചിട്ടുണ്ട്, ഉറപ്പാണ്. കാരണം എന്റെ ഭാഗമാണോ ശരിയെന്ന് തോന്നിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ജിജോയോട് ചോദിച്ചപ്പോൾ നമ്മൾ തമ്മിലൊരു സമന്വയത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ജിജോ കൺസീവ് ചെയ്ത സാധനം മനസ്സിലാവാതെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ട് ഞാൻ ചെയ്തൊരു സാധനം വെച്ചാൽ നമ്മുടെ ക്ലൈമാക്സിലല്ല ജിജോ കുറച്ച് ഷോർട്ടേജ് ഫൂട്ടേജ് എടുത്ത സാധനമുണ്ട്. ആ സാധനത്തിൽ എനിക്ക് എന്താണ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു സാധനം എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫൈനൽ കട്ട് കഴിയുമ്പോൾ ജിജോ ആണ് റൈറ്റ് എന്ന് എനിക്ക്. ഫോർ എക്സാമ്പിൾ നടന്നു വരുന്ന ട്രാക്കിലിട്ട് നടന്നു വരുന്ന സീൻ, അത് ശരിക്കും പറഞ്ഞാൽ ജെറി എന്ന് പറഞ്ഞ കഥാപാത്രം തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിന് എല്ലാം പുള്ളി അവിടെ വെളിയിൽ ഉപേക്ഷിച്ചിട്ട് പുള്ളി ഒരു പുതിയ മനുഷ്യനായിട്ട് തിരിച്ച് വരുമ്പോഴാണ് അങ്ങനെ കൊടുക്കുക, അല്ലാതെ നിവൃത്തിയില്ല. അല്ല അത് ശരിക്കും ഞാൻ അതിൽ എനിക്ക് ധാരണ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് കട്ട് കണ്ട് ഡബ് ചെയ്യാൻ പോയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനത് നറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യിച്ച ട്രോളിട്ടിട്ട് നടന്നു വരുന്നു, അകത്തേക്ക് ഡിഒപിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത്ര മിനിറ്റ് ഷോട്ട് വേണം, 1 മിനിറ്റ് ഇന്റർവൽ പഞ്ചിലുള്ള ആ ട്രാക്ക് ഷോട്ട്. ജി പറഞ്ഞു 1 മിനിറ്റ് എനിക്ക് സുനിലേട്ടാ എനിക്ക് 1 മിനിറ്റ് 10 സെക്കൻഡ് വേണം. അതെ കറക്റ്റ്. സോങ്ങിന്റെ 1 മിനിറ്റ് 10 സെക്കൻഡ് ആ ഷോട്ട് വേണം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രാക്ക് മൂവ്മെന്റ് 1 മിനിറ്റ് 10 സെക്കൻഡ് സെറ്റ് ചെയ്തിട്ടാണ്. ശരിയാണ്. അത് എന്നെയൊക്കെ ഭയങ്കര അത് കാരണം എന്റെ ധാരണയിലുള്ളതല്ല, അത് ബിയോണ്ട് മൈ സൈഡ് ഓഫ് തോട്ട്. ചില സമയത്ത് നമ്മൾ ഈ ടൈമിൽ തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം കുതിച്ചു പാഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സാജു ആണെങ്കിലും ഞാൻ ഇവിടെ ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാജു തൊട്ടപ്പുറത്ത് പോയിട്ട് അടുത്ത് ക്യാരി ചെയ്യാൻ വേണ്ടി അനീഷിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും, തിരിച്ചു വന്ന് പിന്നെ ഇതെടുക്കും. അപ്പോൾ അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ അറിയാലോ ഒരു വീടിനകത്ത് തന്നെ പല സീനുകൾ നമ്മൾ തിരിച്ചു മറിച്ച് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ അത് ചെയ്ത് നിങ്ങളെ നല്ല പ്രഷറിലാക്കിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, സാജു എഴുപുണ്ണിയും DOP സുനിലേട്ടനൊക്കെ നല്ല പ്രഷർ തന്നിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് എന്നോട് ദേഷ്യം തോന്നി അങ്ങനെ എന്തെങ്കിലും ഒരു എന്നോട് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം വന്നിട്ടുണ്ടെന്ന് ഞാനായിരിക്കില്ല, സുരേഷ് അദ്ദേഹം ദേഷ്യപ്പെട്ടൊരു സംഭവമുണ്ട്, എനിക്കറിയാം. ഞാനും അത് പ്രതീക്ഷിച്ചാൽ ആ മുഖത്ത് ചെയ്യുന്ന ചായം ഞാൻ വിചാരിച്ചത് അതൊരു ക്ലിയർ പെയിന്റ് ആവല്ലേ, അത് കൈകൊണ്ട് ഒരു എന്താ പറയുക ഈ നമ്മുടെ ഈ മാനിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അവരുടെ ഒരു നരഭോജികളുടെ ഒരു രീതിയാണ്. എനിക്ക് അവരുടെ HL ടെർമിനോളജി അറിയത്തില്ല. അവരുടെ ഒരു പ്രത്യേക ദിവസം ഡാൻസ് ചെയ്യുമ്പോൾ ഈ വൈറ്റും റെഡും വെച്ചിട്ട് സ്ക്രിബ്ലിങ്സ് ചെയ്യും ആ സാധനം. അത് ഞാനത് ഞാൻ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞു. അപ്പം നമുക്ക് 2 മണി വെളുപ്പിന് തീരണം,
ഷൂട്ട്. ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ലാലിച്ചേട്ടൻ പെയിന്റ് ചെയ്തോണ്ടിരിക്കുക, രവിവർമ്മ പെയിന്റ് ചെയ്ത പോലെ. അപ്പൊ എനിക്ക് ശരിക്കും ദേഷ്യം വന്നു, ഞാൻ ഉദ്ദേശിച്ചതല്ല. അപ്പൊ തന്നെ പുള്ളി അതിന് മറുപടി കണ്ടു. പുള്ളി ആ കൈ കൊണ്ട് തന്നെ ആ പെയിന്റ് ചെയ്ത് തന്നെ റഫാക്കിയിട്ട് ആണ് അത് സെറ്റ് ചെയ്തെടുത്തത്. അപ്പൊ അങ്ങനെ കുറച്ച് കഷ്ടപ്പെടുത്തിയപ്പോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഇല്ല, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഒരു മോട്ടീവ് ഇതിന്റെ പിന്നിലുണ്ടല്ലേ, ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. നമ്മുടെ ഫുൾ ഗോള് ഈ സിനിമ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് തന്നെ ജിജോടൊപ്പം നിൽക്കുക എന്നുള്ളത്. അത് മാത്രല്ല, എന്ത് ചെയ്യണം എന്നുള്ള വളരെ നല്ല ക്ലാരിറ്റി സാറിനുണ്ടായിരുന്നു. അത് കറക്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തരാനും പറ്റിയിട്ടുണ്ട്. നമ്മൾ ചാർട്ട് ചെയ്തപ്പോൾ അത് കൃത്യമായിട്ട് സാജുവും ഞാനും സുനിയാണ്ടിറങ്ങിയിരുന്ന് ചാർട്ട് ചെയ്യുമ്പോൾ നമ്മളത് 25 ഡേയ്സ് കണക്കാക്കി, 30 ഡേയ്സ് കണക്കാക്കി ആദ്യം, പിന്നെ അതിന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി അങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ടൈം സെറ്റ് ചെയ്തത്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതിന് ഒരു ദിവസം നമ്മൾ ബാക്കി നിർത്തിയിട്ട് നമ്മൾ ഏർലി മോർണിംഗിൽ തീർക്കുകയും മോൻ്റെ ബർത്ത്ഡേ വരെ ആഘോഷിച്ചിട്ടാണ് നമ്മളത് പിരിഞ്ഞത്. അത് എന്ത് തോന്നുന്നു? അങ്ങനെ എനിക്കതൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു. കാരണം വെച്ചാൽ റിയൽ ഫാദർ സെലിബ്രേറ്റ് ചെയ്തു, നിങ്ങൾ ഫേക്ക് ഫാദർ ആൻഡ് മദേഴ്സ് ഇത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് തോന്നുന്നു? എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഭയങ്കര എക്സ്പീരിയൻസ് സീരിയസ് ആയിട്ട്. അല്ല, ഇതിലെ ഇവന്റുകളെല്ലാം നമുക്ക് അൺഫർഗറ്റബിൾ ആണ്. എല്ലാ ഇവന്റുകളും അൺഫർഗറ്റബിൾ ആണ്. അത് ഭയങ്കരമായിട്ട് ജീവിതത്തിൽ നമ്മൾ എത്ര വന്നാലും നമുക്ക് ആദ്യത്തെ കുട്ടി എന്ന് തന്നെ പറയും പോലെ ഇതിലെ ഓരോ മൊമെന്റും നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ എൻ്റെ ഒരു ഇന്റർവ്യൂവിന് ചോദിച്ചു, ഇതിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു സീനുണ്ടോ? നമ്മൾ ഇതിലെ എല്ലാ സീനും എനിക്ക് മറക്കാൻ പറ്റില്ല, ഇതിലെ ഓരോ സീക്വൻസും എനിക്ക് മറക്കാൻ പറ്റില്ല, ഈ സിനിമയിലേക്ക് എത്തിയത് മറക്കാൻ പറ്റില്ല, ഈ സിനിമ ഷൂട്ട് തുടങ്ങുന്നത് മറക്കാൻ പറ്റില്ല. ഇതൊക്കെ പല 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 സിറ്റുവേഷനിലൂടെയും കടന്നു പോയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര എന്താ പറയുക, വളരെ പോളിഷ്ഡ്, വളരെ വളരെ ലവബിൾ ആയിട്ടുള്ള, വളരെ എന്താ പറയുക സ്ഫടികം പോലെ മനസ്സിനകത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന അതിഭീകരമായ മൊമെന്റ്സ്. അത് ശരി തന്നെ. അത് ഡോക്ടർ താങ്ക് യു ഫോർ ദാറ്റ്. ഡോക്ടർ പറഞ്ഞത് അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ നമ്മളിത് ഇതിപ്പോൾ ഈ സിനിമ കാണുമ്പോഴത്തേക്കും ഒരു പ്രേക്ഷകന് അല്ലെങ്കിൽ ഇത് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഡയറക്ടർ ആദ്യം ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ചെക്ക് ലിസ്റ്റിന് പറ്റുന്ന സീനുകൾ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്തെടുത്ത പോലെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ അങ്ങനെ മൈൻഡിൽ ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ട്രാവലും കൊടുത്തിട്ടുണ്ട്. ഇതിനെ കണക്ട് ചെയ്യണം, അത് ഇതിനെ കണക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആ പേപ്പർ വർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പേപ്പറിന് നമ്മൾ പിന്നെ കൊടുത്ത തീം, അതിലൊക്കെ നല്ല ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു നമ്മുടെ ഇവാന്റെ അഭിനയത്തെ പറ്റി, ആ പേപ്പറും അതൊക്കെ ആയിട്ടുള്ള അഭിനയത്തെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? ഞാൻ ഒരിക്കൽ അത് വളരെ ഇതായിട്ട് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴേക്കും, ബൈ ദ വേ ഇവാൻ എന്ന് പറഞ്ഞത് ജെറിയുടെ ഇളയ കുട്ടിയാണ് പേരാണ്. കെവിൻ എന്ന് പറഞ്ഞ മൂത്ത കുട്ടി. കെവിൻ, ഇവാൻ 2 പിള്ളേരാണ്. ഞാൻ ഈ പറഞ്ഞ സ്ക്രീൻ ഫാദറും ഇത് റിയൽ ഫാദർ. ഓക്കെ, അപ്പോൾ സ്ക്രീൻ ഫാദറാണ് അതിലെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ സ്ക്രീൻ അമ്മയാണ്. ഷൂട്ട് തുടങ്ങിയ മുതൽ തീരുന്നവരെയും ഇവാൻ ഉമ്മ കൊടുത്തോണ്ടിരുന്നു. റിയൽ മോമെന്റ് അവൻ ഉമ്മ കൊടുത്തിട്ടില്ലായിരുന്നു. ഡെയിലി രാവിലെയും വൈകുന്നേരം വന്ന് പോവാ സമയത്തൊക്കെ ഫേക്ക് മദറിനല്ല സ്ക്രീൻ മദറിനാണ് ഇവാൻ ഉമ്മ കൊടുത്തിട്ട് പോയത്. ഓക്കെ, എനിക്ക് ഉമ്മ ഒന്നും തരില്ലായിരുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ സിനിമയിൽ തന്നെ ഇങ്ങനെ ക്യാരക്ടർ ആയതുകൊണ്ട് ഞാൻ ഇവാനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിർത്തി വെച്ചിരുന്നു. റിയൽ ലൈഫിലും കുറച്ചുകൂടെ അമ്മയോടാണ്. ഒരിക്കലും ഒരു കാരണവശാലും ഒരു സീനിൽ പോയിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യരുതെന്ന് എനിക്ക്. കാരണം അവൻ പറയുന്ന ഒരു ഇംഗ്ലീഷ് ഡയലോഗ് ഞാൻ പിന്നെ ആലോചിച്ചിരുന്നു, പപ്പ ഈസ് എ റിയൽ ക്രൂവൽ എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. ആ സാധനം ഞാൻ ഫസ്റ്റിൽ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഇവാന് ജെറിയോടുള്ള അറ്റാച്ച്മെന്റിന്റെ ഒരു അങ്ങനെ ഒരു വർക്കൗട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പാമ്പറിംഗ് എന്നുള്ള സാധനം ഞാൻ ഇവാൻ എടുത്ത് ഞാൻ ശകലം എനിക്ക് തോന്നുന്നു അത് കുറച്ചൊക്കെ നമ്മൾ അതിന് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ അത് സഹായിച്ചുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവാൻ പലപ്പോഴും വന്നിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിൽക്കാറില്ല. അങ്ങനെയൊക്കെ ഒരു ഗ്യാപ്പ് അവനും മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അത് പർപ്പസ്ഫുള്ളി ഞാൻ ചെയ്തതാണ്. എനിക്കത് അങ്ങനെ അതിന് പകരം ലൊക്കേഷനിലുള്ള എല്ലാവരും അവനായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. ഒരിക്കൽ പോലും കളിക്കാൻ വേണ്ടി അവൻ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലായി. ആ നമ്മുടെ യൂണിറ്റിലുള്ള പയ്യൻ ആ കക്ഷിന്റെ വയറ്റിലേക്ക് ഇടിയുമ്പോൾ അവൻ റിയൽ ടാലന്റ് ആയിട്ടുള്ള ഒരു മോനാണ്. അവൻ ഒരുപാട് അവൻ സെൻസിബിൾ ആണ്. അത് സെൻസിബിൾ ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഡബിങ്ങിലായിരുന്നു. സാജുനോട് ഞാൻ ചോദിച്ചു ഒരു ദിവസം, സാജു 2 കുട്ടികൾ എങ്ങനെയുണ്ട് അവരുടെ അഭിനയം എന്ന് പറഞ്ഞപ്പം സാജു എൻ്റെ അടുത്ത്, ഞാൻ അതായത് പ്രൈസ് ചെയ്ത് പറയല്ല, സാജുവിൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ് അത് ശരിക്കും എന്നെ കരയിപ്പിച്ച് പോയിട്ടുണ്ട്. സാജു പറയാണ്, ഈ ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് പോലും ഒരു കട്ട് ചെയ്തൊരു ഷോട്ടിൽ വീണ്ടും വന്ന് അതിൻ്റെ
ഇന്റർകട്ടിലുള്ള ഒരു ഷോട്ട് എടുക്കുമ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റി ആക്ഷൻ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ രണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇവരാ കറക്റ്റ് പിടിച്ചിട്ട് അത് കറക്റ്റ് ഇതിലിരിക്കും. പറയണ്ടെന്നാ പറയുന്നത്, അത് പോയി പറയണ്ടെന്നാ പറയുന്നത്. സാജു പോയി പറയാൻ വേണ്ടി നോക്കുമ്പോൾ കറക്റ്റ് ഇരിപ്പുണ്ടാവും ആ പൊസിഷനിൽ, ആ ഇമോഷണൽ അതെനിക്ക് ഭയങ്കര ഒരു ഫാദർ എനിക്ക് ഭയങ്കര എന്നെ കണ്ണ് നിറയിച്ചു. അതെ, എനിക്ക് ശരിക്കും കണ്ണ് നിറഞ്ഞു. അപ്പം ഞാൻ ചെയ്തത് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു റിയൽ ഗിഫ്റ്റ് ആണല്ലോ എന്ന് എന്നാലും എനിക്ക് തോന്നി. പിന്നെ അതിൽ ഡബിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ സാജുവേട്ടൻ്റെ അടുത്ത് എക്സൈറ്റ്മെന്റ് എൻ്റെ ഒരു ആകുലത ഞാൻ പറഞ്ഞു, സാജുവേട്ടാ നിൽക്കുവാ എൻ്റെ അടുത്ത് ഇന്നലെ കൂടെ സാജു സംസാരിച്ചു, ഡബ് ചെയ്താ ശരിയാവോ ചേട്ടാ, അവന്മാര് ശരിയാവോ? അപ്പൊ സാജുവേട്ടൻ നമുക്ക് നോക്കാം. അപ്പൊ സാജുവേട്ടൻ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേരും സ്റ്റാൻഡ് ബൈ നിർത്തിയിട്ടുണ്ട്. അതെ അതെ, ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഷോട്ട് ഡബ് ചെയ്തിട്ട് എന്താണത്, എൻ്റെ ഒരു ആൾക്കാർ നമ്മളൊന്നും ഉണ്ടായിരിക്കണം, പ്രശ്നമില്ല, അവന്മാര് തകർക്കും. അവന്മാര് ഫാസ്റ്റ് ഡബ് ചെയ്തിട്ട് ഒറ്റ പോക്കറ്റ് പോയി. അതെ, ശരി തന്നെയാണ്, അത് വളരെ കറക്റ്റ് ആയിരുന്നു. അത് പിന്നെ ഇംഗ്ലീഷ് ഡയലോഗ്സാ, അത് ഇംഗ്ലീഷ് ഡയലോഗ്സ് ആണ്. വേറൊരു രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാനത് വൈഫിനോട് ഇങ്ങനെ പറയണ്ടായി, അതൊരു വലിയൊരു അസറ്റാണ്. വെച്ചാൽ മക്കളൊക്കെ ഒരു പുതിയൊരു സംഭവം പരിചയപ്പെടുത്തി കൊടുക്കുക, ഒരു മീഡിയ അല്ലെങ്കിൽ ഫിലിം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ഒരു ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതാണ്. ഞാനും അത് തന്നെയാണ് ചെയ്തത്, അത് പരിചയപ്പെടുത്തി കൊടുക്കുക, അതിൻ്റെ എൻഡ് വരെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇപ്പോൾ അഭിനയിച്ചിട്ട് പോകുന്ന ചില ആൾക്കാരുണ്ട്, ഇതങ്ങനെയല്ല, അഭിനയിക്കുന്നു, അതിൻ്റെ ഡബ്ബിങ്ങിന് വരുന്നു, പിന്നെ അതിനുശേഷം ഞാൻ ഓരോ പോസ്റ്റർ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മകനാണെന്ന് ഞാൻ വിചാരിക്കത്തില്ല, ഞാൻ ആ പോസ്റ്റർ അവനെ അയച്ചു കൊടുക്കും, എടാ ഇതെങ്ങനെയുണ്ട് നോക്കാം. അപ്പം അതിൽ സ്പെൽ ചെക്ക് അടക്കം പുള്ളി തിരിച്ച് ഇട്ട് തരാം. അപ്പം ഇതിൻ്റെ എല്ലാ മേഖലകളിലും ഇന്നത്തെ ഈ ഒരു എൻ്റെ പ്രൊമോഷൻ ഷൂട്ടിന് മാത്രമേ അവർ വരാൻ പറ്റാത്തുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളിലും അവർ ഇൻവോൾവ് ആവുകയും എൻ്റെ ഒപ്പം തന്നെ നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്കതിൽ ഭയങ്കര ഒരു അഭിമാനമുണ്ട്. കാരണം വെച്ചാൽ എനിക്കൊരു പുതിയ സംഭവം അവർക്ക് കൊടുക്കാൻ പറ്റിയിരുന്നു, അതിൻ്റെ ഒരു ഓപ്പണിങ് എനിക്ക് തന്നെ കൊടുക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത്.